നമസ്കാരം. കേരള രാഷ്ട്രീയത്തിൽ പൊതുജനങ്ങളും സഹപ്രവർത്തകരും അണികളും മാധ്യമ പ്രവർത്തകരുമടക്കം ഭയപ്പെടുന്ന ഒരു നേതാവ് ആരാണ് എന്ന് ചോദിച്ചാൽ അതിനൊരൊറ്റ ഉത്തരമേ ഉള്ളൂ. അത് സഖാവ് പിണറായി വിജയനാണ്. സഖാവ് പിണറായി വിജയൻ്റെ പൊതുവേദികളിൽ പോലുമുള്ള പരസ്യമായ പെരുമാറ്റം എന്താണെന്ന് നമുക്കറിയാം. മാധ്യമ പ്രവർത്തകരെ പോലും കടക്ക് പുറത്ത് മാറി നിൽക്കങ്ങോട്ട് എന്നൊക്കെയുള്ള ധാർഷ്ട്യത്തോടു കൂടിയുള്ള, അതായത് അദ്ദേഹം ഒരു മുഖ്യമന്ത്രിയാണ് അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ നേതാവാണ് എന്നുള്ള നില പോലും മറന്നുകൊണ്ട് പൊതുജനമധ്യത്തിൽ പെരുമാറുന്ന ഒരു നേതാവ് കൂടിയാണ് പിണറായി വിജയൻ. മറ്റുള്ള രാഷ്ട്രീയ നേതാക്കളെയൊക്കെ കണ്ടു ശീലിച്ച കേരളത്തിലെ ജനങ്ങൾക്ക് പിണറായി വിജയൻ വ്യത്യസ്തനായിട്ടുള്ള ഒരു മാതൃകയാണ്. പക്ഷേ പലപ്പോഴും അണികൾ തന്നെ ന്യായീകരിക്കുന്നത് അദ്ദേഹം പച്ചയായ ഒരു നേതാവാണ്, അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ കളങ്കമില്ല, അതുകൊണ്ടാണ് അദ്ദേഹം പൊതുജന മധ്യത്തിൽ പോലും ഇത്തരത്തിൽ പെരുമാറുന്നത് എന്നൊക്കെയാണ്. എന്നാൽ കഥാകൃത്തായ ടി പത്മനാഭൻ, അദ്ദേഹത്തെ നമുക്കറിയാം, കേരളം കണ്ട മഹാനായ ഒരു എഴുത്തുകാരനാണ്. ഇന്നലെ നിയമസഭാ മന്ദിരത്തിൽ അന്താരാഷ്ട്ര പുസ്തകമേള തുടങ്ങി. ഈ പുസ്തകമേളയുടെ ഉദ്ഘാടന ചടങ്ങിൽ ടി പത്മനാഭൻ പറഞ്ഞത് എനിക്ക് പിണറായി വിജയനോട് ഭയമില്ല എന്നുള്ളതാണ്. ടി പത്മനാഭനെ പോലെയുള്ള ഒരു എഴുത്തുകാരൻ പിണറായി വിജയനോട് ഭയമില്ല എന്ന് എടുത്തു പറയണമെങ്കിൽ തീർച്ചയായിട്ടും ഭയമുണ്ട്, അല്ലെങ്കിൽ പൊതുസമൂഹത്തിന് ഭയമുണ്ട് എന്നുള്ളൊരു ബോധം തനിക്കുണ്ട് എന്നതാണ് അദ്ദേഹം ആ ഒരു അഭിപ്രായത്തിലൂടെ പ്രകടിപ്പിച്ചത്. പിണറായി വിജയനോട് തനിക്കുള്ളത് സ്നേഹവും ബഹുമാനവുമാണെന്നാണ് ടി പത്മനാഭൻ ഇന്നലെ പറഞ്ഞത്. താൻ ഒരു മുഖ്യമന്ത്രിയുടെ വീട്ടിൽ നിന്ന് മാത്രമേ ഭക്ഷണം കഴിച്ചിട്ടുള്ളൂ എന്നും അത് പിണറായി വിജയൻ്റെ വീട്ടിൽ നിന്നുമാണെന്നും പിണറായി വിജയനോടൊപ്പം പല സ്ഥലങ്ങളിലും യാത്ര ചെയ്തിട്ടുണ്ട് എന്നൊക്കെയാണ് പത്മനാഭൻ പറഞ്ഞത്. ഇതിപ്പോൾ പറയാൻ കാരണം ഇതാണ്: പിണറായി വിജയനെ ഭയപ്പെടുന്ന വലിയൊരു വിഭാഗം, അത് അണികളായിരുന്നാലും നേതാക്കളായിരുന്നാലും അല്ലെങ്കിൽ മാധ്യമ പ്രവർത്തകരായിരുന്നാലും ഒക്കെ അങ്ങനെ തന്നെയാണ്. അപ്പോൾ പിണറായി വിജയൻ ഭയപ്പെടേണ്ട ഒരു നേതാവ് തന്നെയാണ് എന്നുള്ളൊരു പൊതുബോധം ഇവരുടെ എല്ലാം ഉള്ളിലുണ്ട്. നമുക്കറിയാം, കോടിയേരി ബാലകൃഷ്ണൻ പോലും അദ്ദേഹം ഈ മാധ്യമ പ്രവർത്തകരെ കടക്ക് പുറത്ത് അങ്ങോട്ട് എന്ന ഒരു പരാമർശം പിണറായി വിജയൻ നടത്തിയ ആ ദിവസം മസ്കറ്റ് ഹോട്ടലിൽ വെച്ച് ഈ കോടിയേരി ബാലകൃഷ്ണനെ പിണറായി വിജയൻ രൂക്ഷമായി നോക്കിയ ഒരു നോട്ടം നമുക്കറിയാം. ചൂളിപ്പിടിച്ചാണ് ഈ കോടിയേരി ബാലകൃഷ്ണൻ ആ സമയത്ത് അവിടെ നിന്നത്. അതൊക്കെ മാധ്യമങ്ങളൊക്കെ വലിയ വാർത്തയാക്കുകയും ഒക്കെ ചെയ്തു. അപ്പോൾ കോടിയേരി ബാലകൃഷ്ണന് പോലും പിണറായി വിജയനെ ഭയമാണ്. പിന്നെ CPM നേതാക്കളുടെ കാര്യം പറയേണ്ട കാര്യമൊന്നുമില്ല. അവർക്കും പിണറായി വിജയൻ്റെ മുന്നിൽ വന്നു നിന്ന് നേരെ നോക്കി ഒരു ചോദ്യം ചോദിക്കാനോ ഒരു കാര്യം പറയാനോ ഉള്ള ഒരു ധൈര്യം പോലും അവർക്കാർക്കുമില്ല. മാധ്യമങ്ങളുടെ കാര്യം പറയുകയും വേണ്ട. കാരണം മറ്റുള്ള രാഷ്ട്രീയ നേതാക്കളുടെ, പ്രത്യേകിച്ച് ഈ സുരേഷ് ഗോപിയെ പോലെയുള്ള രാഷ്ട്രീയ നേതാക്കളെ പ്രകോപിപ്പിച്ച് അവരെ കൊണ്ട് പലതും പറഞ്ഞത് വാർത്തയാക്കുന്ന മാധ്യമ പ്രവർത്തകർ പോലും പിണറായി വിജയനെ കാണുമ്പോൾ വളരെ താണു തൊഴുത് വളരെ ഭവ്യതയോടുകൂടി ജന്മിയുടെ മുൻപിൽ കുടിയാൻ നിൽക്കുന്നത് പോലെയാണ് ഈ പറയുന്ന മാധ്യമ പ്രവർത്തകർ പോലും നിന്നത്. എഴുതി തയ്യാറാക്കിയ ചോദ്യങ്ങളാണ് പിണറായി വിജയനോട് ചോദിക്കേണ്ടത്. ഒരു ചോദ്യം ചോദിച്ച് അത് ആവർത്തിച്ച് ചോദിച്ചാലോ അതിനെക്കുറിച്ചുള്ള ഉപചോദ്യങ്ങൾ ചോദിച്ചാലോ പോലും പിണറായി വിജയൻ കണ്ണുരുട്ടുകയും നാക്കു തള്ളുകയും ഒക്കെ ചെയ്ത് കാണിക്കും. പക്ഷേ മാധ്യമപ്രവർത്തകർക്കൊന്നും തന്നെ പിണറായി വിജയനെ ഇത്തരത്തിൽ ഒരു ചോദ്യം ചോദിക്കാനുള്ള ഒരു ധൈര്യം പോലും ഇല്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ പല പെരുമാറ്റങ്ങളും. അദ്ദേഹം പൊതുവേദിയിൽ അദ്ദേഹം ഇരുന്നപ്പോൾ ഒരു സ്ത്രീ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ചെല്ലുകയും നൂറുകണക്കിന് ആളുകളാണ് ആ സദസ്സിൽ ഉണ്ടായിരുന്നത്. വേദിയിൽ വേറെ ആൾക്കാരുമുണ്ട്. എന്നിട്ട് പോലും ഒരു പാവപ്പെട്ട ഒരു സ്ത്രീ അടുത്തേക്ക് ചെന്നപ്പോൾ അവരെ ആട്ടിപ്പായിച്ചത് നമ്മൾ കണ്ടു. അതൊരിക്കലും ഒരു പച്ച മനുഷ്യൻ്റെ ഒരു സ്വഭാവമാണെന്ന് നമുക്ക് കരുതാൻ കഴിയില്ല. എത്ര ദുഷ്ടനായിരുന്നാലും അല്ലെങ്കിൽ എത്ര ക്രൂര മനസ്സിൻ്റെ ഉടമയായിരുന്നാലും അല്ലെങ്കിൽ എത്ര മോശമായ രീതിയിൽ പെരുമാറുന്ന ഒരാളായാലും ഒരു പൊതുവേദിയിൽ വെച്ച് ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അവരെ പറഞ്ഞു മനസ്സിലാക്കി, അല്ലെങ്കിൽ അവരുടെ ഒരു സെക്യൂരിറ്റി ഉദ്യോഗസ്ഥരോ മറ്റോ പറഞ്ഞു മനസ്സിലാക്കി അവരെ പറഞ്ഞു വിടുകയാണ് ചെയ്യേണ്ടത്. ആ ഒരൊറ്റ സംഭവത്തോടു കൂടി തന്നെ പിണറായി വിജയൻ കേരളത്തിലെ ജനങ്ങളുടെ മനസ്സിൽ അടയാളപ്പെട്ടു കഴിഞ്ഞു. അതിനേക്കാൾ മുമ്പ്, അതായത് പിണറായി വിജയൻ മുഖ്യമന്ത്രിയാകുന്നതിന് മുൻപ് VS മൂന്നാർ ഭൂമി കയ്യേറ്റമൊക്കെ ഒഴിപ്പിക്കാൻ തുടങ്ങുന്ന ഒരു സമയത്ത് എനിക്ക് തോന്നുന്നു അന്ന് ഇദ്ദേഹം പാർട്ടി സെക്രട്ടറിയാണ്, പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറിയാണ്, VS അച്യുതാനന്ദൻ പ്രതിപക്ഷ നേതാവാണ്. അതെ, അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഡൽഹി കേരള ഹൗസിൽ വെച്ച് പിണറായി വിജയൻ കാറിൽ നിന്ന് വന്നിറങ്ങുമ്പോൾ അവിടെയുള്ള കുറേ പേർ ചേർന്ന് മുദ്രാവാക്യം മുഴക്കുകയാണ്. മമ്മൂട്ടി മൂന്നാറിലെ ഭൂമി കയ്യേറി എന്ന തരത്തിലുള്ള ഒരു മുദ്രാവാക്യമൊക്കെയാണ് അവർ മുഴക്കിയത്. പിണറായി വിജയൻ രൂക്ഷമായി അതിലൊരാളെ നോക്കുന്നു. അതിനുശേഷം പിണറായി വിജയൻ അകത്തേക്ക് പോകുന്നു. പിണറായി വിജയൻ രൂക്ഷമായി നോക്കിയപ്പോൾ തന്നെ ഈ നോട്ടം ഏറ്റുവാങ്ങിയ ആൾക്കൂട്ടത്തിന് ഇടയിൽ എവിടെയോ പോയി മറയുന്നു. അത് കഴിഞ്ഞ് കുറച്ച് സമയങ്ങൾക്ക് ശേഷം കോണിപ്പടി ഇറങ്ങി വരുന്ന പിണറായി വിജയൻ്റെ മുന്നിൽ യാദൃച്ഛികമായി ഈ മുദ്രാവാക്യം വിളിച്ചയാൾ
ചെന്നുപെടുന്നു. പിണറായി വിജയൻ അയാളോട് ചോദിച്ചത്, ആരാടാ നിന്നോട് പറഞ്ഞത് ഭൂമി കയ്യേറിയതെന്ന്? വായിൽ തോന്നുന്നത് കോതയ്ക്ക് പാട്ട് എന്ന നിലയിൽ വിളിച്ചു പറഞ്ഞാൽ ഉണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ദഹിപ്പിക്കുന്ന ഒരു നോട്ടം പിണറായി വിജയൻ നോക്കുന്നത് നമ്മൾ കണ്ടതാണ്. അന്ന് ഇത്രയും ചാനലുകളൊന്നുമില്ല. കൈരളിയും സൂര്യയും ഏഷ്യാനെറ്റും പോലെയുള്ള ചാനലുകൾ മാത്രമേ ഉള്ളൂ എന്നാണ് എൻ്റെ ഓർമ്മ. ആ ചാനലുകളൊക്കെ അത് വളരെ ആവർത്തിച്ച് ആ രംഗങ്ങളൊക്കെ അത് ടെലികാസ്റ്റ് ചെയ്തിരുന്നു. അതിപ്പോഴും യൂട്യൂബിലൊക്കെ ലഭ്യമാണ്. അപ്പോൾ അതിൽ നിന്ന് തന്നെ പിണറായി വിജയൻ്റെ ഒരു അദ്ദേഹത്തിൻ്റെ ഒരു മുഖഭാവം, അദ്ദേഹത്തിൻ്റെ ശരീരഭാഷ, ഇതിൽ നിന്നൊക്കെ നമുക്ക് വ്യക്തമാണ് പിണറായി വിജയൻ എത്തരത്തിലുള്ള ഒരു നേതാവാണ് എന്നുള്ളത്. അദ്ദേഹത്തിന് മനുഷ്യത്വമില്ലെന്നോ അല്ലെങ്കിൽ അദ്ദേഹം ഒരു ക്രൂരമായ മനസ്സിൻ്റെ ഉടമയാണോ എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഒരു സഖാവായിരുന്ന TP ചന്ദ്രശേഖരനെ 51 വെട്ടുകൾ കൊണ്ട് വെട്ടിക്കൊലപ്പെടുത്തിയതിന് ശേഷവും കലി തീരാതെ കുലം കുത്തിയെന്ന് അധിക്ഷേപിച്ച പിണറായി വിജയൻ, അതുപോലെ പരനാറി എന്ന് പ്രേമചന്ദ്രനെ അധിക്ഷേപിച്ച പിണറായി വിജയൻ, ബിഷപ്പിനെ നികൃഷ്ടജീവി എന്ന് അധിക്ഷേപിച്ച പിണറായി വിജയൻ, ആരെയും എന്തും പറയും എന്ന് ഒരു അഹങ്കാരമുള്ള ഒരു പിണറായി വിജയൻ, ആ പിണറായി വിജയൻ എത്തരക്കാരനാണെന്നുള്ള കാര്യം പൊതുസമൂഹത്തിന് നന്നായിട്ടറിയാം. അണികളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ നേതാക്കളെ സംബന്ധിച്ചിടത്തോളം പിണറായി വിജയനെ വിഗ്രഹവൽക്കരിച്ചു കാണിക്കേണ്ടത് അവരുടെ നിലനിൽപ്പിന്റെ പ്രശ്നമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, കേരളത്തിലെ ജനങ്ങളും CPM-ലെ അണികളും അവരുടെ നേതാക്കളും ഒക്കെ ഭയപ്പെടുന്ന ഒരു നേതാവ് തന്നെയാണ് പിണറായി വിജയൻ. പിണറായി വിജയനെ എല്ലാവർക്കും ഭയമാണ്. അല്ലെങ്കിൽ T. പത്മനാഭൻ ഇത്തരത്തിലൊരു പരാമർശം എടുത്തു പറയേണ്ട കാര്യമില്ല. തനിക്ക് പിണറായി വിജയനോട് ബഹുമാനവും സ്നേഹവുമാണ്, ഭയമില്ല എന്ന് എടുത്തു പറയേണ്ട ഒരു കാര്യമില്ല. എന്തായാലും T. പത്മനാഭൻ പറഞ്ഞു വെച്ചത് കേരളത്തിലെ പൊതുസമൂഹത്തിൻ്റെ ഒന്നടങ്കമുള്ള ഒരു അഭിപ്രായമാണ്.